രണ്ട് അനുസ്മരണത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. കാരണം കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ വ്യക്തമായിട്ടുള്ള ബന്ധമുള്ള ഒരു കുടുംബമാണ് ആദരണീയനായിട്ടുള്ള ഈ കൃഷ്ണൻ എഴുത്തച്ഛൻ്റെ കുടുംബം എന്ന് പറയുന്നത്. ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി കൊണ്ടുവന്ന ഏറ്റവും വലിയ ഒരു വിഷയം, അത് നെന്മാറയിൽ നിന്ന് MLA ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നിയമസഭാ പ്രസംഗങ്ങളിൽ ഉപയോഗിച്ച ഞങ്ങളുടെ പല ചിന്തകളിലും പ്രവൃത്തികളിലും അദ്ദേഹത്തിൻ്റെ വാചകങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും ഞങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിച്ച, എന്നാൽ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനകത്തേക്ക് കുടുംബം തന്നെ കടന്നു വന്നിട്ട് വർഷങ്ങളായി എന്നുള്ളത് അറിവിൽ നിൽക്കെയാണ് ഇവിടുത്തെ കോൺഗ്രസിൻ്റെ നേതൃത്വം ഇത്തരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് ഇതിനെ വിധേയമാക്കിയത്. ഇപ്പോൾ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ശ്രീമാൻ കരുണാകരൻ, അദ്ദേഹത്തിൻ്റെ മകൾ പത്മജ അവർ BJPക്ക് അകത്തു ചേർന്നു. അവരുടെ അച്ഛൻ്റെ സ്മൃതി മണ്ഡപത്തിൽ അവർ പുഷ്പാർച്ചന നടത്തും. അവരുടെ സഹോദരൻ ശ്രീമാൻ മുരളീധരൻ്റെ കൂടെയുള്ള കോൺഗ്രസ്സുകാരും ശ്രീമാൻ മുരളീധരനും അവിടെ പുഷ്പാർച്ചന നടത്തും. ഞങ്ങളാരും അതൊന്നും വിവാദമാക്കാൻ പോയിട്ടില്ല. ഇവിടെ ഈ നാടിൻ്റെ ഒരു റോഡ് അദ്ദേഹത്തിൻ്റെ പേരിൽ, ആ റോഡിന് അദ്ദേഹത്തിൻ്റെ പേര് പോലും ഇടാൻ താല്പര്യം കാണിക്കാത്ത കോൺഗ്രസ്സുകാർ ഉള്ള ഒരു നാട്ടിലാണ് ഈ വിഷയത്തെ ഇത്ര കണ്ട് ചർച്ച ചെയ്ത് നാശകോശമാക്കിയത്. അതും സുധീരൻ സാർ അതിന് നേതൃത്വം കൊടുത്തു എന്ന് പറയുമ്പോൾ ഞാനതിനെ നോക്കിക്കാണുന്നത്, ഭാവിയിൽ ഇപ്പോൾ നോട്ടീസ് അടിക്കുമ്പോഴും പോസ്റ്റർ അടിക്കുമ്പോഴും ഒക്കെ സമാസമമായിട്ട് പ്രവർത്തിച്ച കോൺഗ്രസ്സുകാർ ഇടത്തോ വലത്തോ പിറകിലോ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് പ്രശ്നമില്ല. എന്നാൽ വളരെ വരേണ്യരായിട്ടുള്ള കോൺഗ്രസിൻ്റെ പല ആളുകളുടെയും മുഖം അത് ഒറ്റ നാണയത്തിൻ്റെ വലിപ്പത്തിലേക്ക് ആയി തുടങ്ങി എന്നുള്ളത് കൂടി സുധീരൻ സാർ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്താൽ നല്ലതാണ് എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ ആരാധനായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി, അദ്ദേഹം ഇവിടെ വരികയും ഇവിടെ ഒരു സ്ഥാപനം നടത്തുകയും ചെയ്തിട്ടും ആരും ഇത് വാർത്തയാക്കിയില്ലല്ലോ. ഒരു കോൺഗ്രസ്സുകാരും അന്ന് രംഗത്ത് വന്നില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ ഇത്തരത്തിൽ ഒരു വിവാദത്തിന് തിരികൊളുത്തുന്നതും നേതൃത്വം കൊടുക്കുന്നതും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ചില വ്യക്തികളാണ് എന്ന് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഞങ്ങൾക്ക് പറയാനുള്ളത്, കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി കോൺഗ്രസിലെ അതിപ്രഗത്ഭന്മാരായിട്ടുള്ള കെങ്കേമന്മാരായിട്ടുള്ള പല നേതാക്കന്മാരും നമ്മുടെ ഭാരതത്തിൽ കാശ്മീർ മുതൽ ഇങ്ങ് കേരളം വരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൊടി പിടിച്ചു കഴിഞ്ഞു. അത് വ്യാപകമായി രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റമാണ്. അതിൽ ചിലരൊക്കെ മുഖ്യമന്ത്രിയായി, ചിലർ കേന്ദ്രമന്ത്രിമാരായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മാറ്റത്തെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പാരമ്പര്യത്തെ കാത്തുസൂക്ഷിക്കുക, നിങ്ങളുടെ നേതാക്കന്മാരെ നെഞ്ചേറ്റുക. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അത് മറ്റുള്ളവർക്ക് ബോധ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ നാട്ടിലുണ്ടാവില്ല. എന്തായാലും വളരെ അറിവും പ്രാപ്തിയും കഴിവുമുള്ള സ്വർഗീയനായിട്ടുള്ള കൃഷ്ണനെഴുത്തച്ഛൻ്റെ മകൻ ഞങ്ങളുടെ ഒപ്പം ചേർന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജനാധിപത്യ ബോധവും അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ കോൺഗ്രസ് എന്താണ് എന്നുള്ള മനസ്സിലാക്കലും ആ കുടുംബത്തിൻ്റെ ഉള്ളത് കൊണ്ടാണ് എന്ന് മാത്രമേ എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളൂ.